അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പലതരം സ്വഭാവങ്ങളുള്ള ആളുകളുടെ നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും എൻ്റെ സ്വഭാവം ഒന്ന് നന്നാക്കേണ്ടതുണ്ട്. നമ്മൾ മോശം സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും രസകരമായ സ്വഭാവമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ, നമുക്ക് വളരെ കുളിർമ തോന്നുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സ്വഭാവം ഒന്ന് നന്നാക്കണം തോന്നും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വയം പെരുമാറ്റം നന്നാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിൽ സ്വഭാവ സംസ്കരണത്തിന് തസ്കിയത്തുൻ നഫ്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സ്വഭാവത്തിനെ നമ്മൾ തന്നെ സംസ്കരിച്ചെടുക്കുക. ഇതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നീയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും ഒരു നീയത്തിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മുന്നിട്ട് ഞാൻ നല്ല സ്വഭാവത്തിൽ എല്ലാവരോടും പെരുമാറും, അതിനുള്ള ശ്രമം ഞാൻ നടത്തും എന്നുള്ള നിശ്ചയിക്കുക. അതിപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യൽ ഏത് കാര്യത്തിനും ഒരു നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊരു സഹായമാവും. നമ്മളൊരു നീയത്ത് ഗോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പം ഒരു ബോധ്യം, അതായത് നമ്മൾ നന്നാക്കും എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മളെത്തുമ്പോൾ, ഒരു മാറ്റത്തിന് നമ്മൾ ബോധ്യപൂർവമായിട്ട് തയ്യാറാകുമ്പം നമ്മളെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണർന്ന് പ്രവർത്തിക്കുകയും നമുക്കതിന് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അപ്പം ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ നീയത്ത്, അള്ളാഹുവിൻ്റെ പ്രീതി മുന്നിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും എന്ന് നീയത്ത് ചെയ്ത് മുന്നോട്ട് ആദ്യം ചെയ്യേണ്ടത് അതാണ്. രണ്ടാമതായിട്ടൊരു മുഹാസബ, ഒരു സെൽഫ് റിഫ്ലക്ഷൻ, അതായത് ഒന്ന് സ്വയം വിലയിരുത്തുക. നാളേക്കായി ഓരോരുത്തരും എന്താണ് കരുതി വെച്ചത് എന്ന് അവനവൻ ചിന്തിക്കട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ദിവസവും കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ ദിവസം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിലുള്ള മോശം കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് മുസാബഹ ചെയ്യാം. ശാസ്ത്രീയമായിട്ട് പറയുമ്പം ഇതിൽ നമുക്ക് ഒരു ഡയറി എഴുതുന്ന പോലെ ചെയ്യാം. നമ്മൾ സ്വയം വിലയിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കുക. അന്നന്ന് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങളെ ഒരു ഡയറിയിൽ ഒരു ജേർണലാക്കി എഴുതി വെക്കാം. അതേപോലെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇമോഷൻസിനെ നിയന്ത്രിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഇമോഷണൽ റെഗുലേഷൻ അത് നടത്താനുള്ള ശ്രമം ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദേഷ്യം വരുമ്പം ഇരിക്കുക, കിടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫാത്തിഹ ഓതാം. അതേപോലെ ഉളു ചെയ്യുക. ദേഷ്യം നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വികാരമാണ്, ഏറ്റവും മോശം വികാരമാണ്. നിങ്ങളിൽ ഏറ്റവും ശക്തൻ യുദ്ധം ചെയ്ത് ആളുകളെ ജയിക്കുന്നവനല്ല, ദേഷ്യം വരുമ്പം അതിനെ പിടിച്ചു നിർത്തുന്നവനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ നമ്മളൊരു ഉളു ചെയ്യുമ്പം അതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. അതായത് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചിൽ നിന്നാണ് ദേഷ്യം ഉണ്ടാകുന്നത്. അതിനെ തണുപ്പിക്കാൻ വെള്ളം ഉളു ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദേഷ്യം വരുമ്പോൾ ശരീരത്തിലെ ആർഡിനൽ ഹോർമോണുകൾ കൂടും. അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ട് വെള്ളം തട്ടിയാൽ വേഗസ് നെർവസ് ഉത്തേജിക്കപ്പെടുന്നതാണ്. അപ്പോൾ വെള്ളം കൊണ്ട് നമ്മൾ ഒരു ദേഷ്യമൊക്കെ വരുമ്പം നമ്മളൊരു ഒതു ചെയ്ത് അങ്ങനെ, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നമ്മൾ കൈയും കാലൊക്കെ കഴുകുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു പ്രാപ്തി കിട്ടും. അടുത്തത് എംപ്ലോയ്മെൻ്റൽ ഡിസൈൻ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ വഴിയിലാണ്, അതായത് അവൻ്റെ സുഹൃത്തിൻ്റെ ദീനിലാണ്. അതുകൊണ്ട് നല്ല സൗഹൃദം തിരഞ്ഞെടുക്കട്ടെ എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതായത് സുഗന്ധം വിൽക്കുന്നവൻ്റെ അരികിൽ നിൽക്കുന്നവന് സുഗന്ധം ലഭിക്കുന്ന പോലെയാണ് സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല സൗഹൃദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊള്ളാനുള്ള ശ്രമങ്ങൾ നടത്തുക. മോശം സ്വഭാവമുള്ള ചുറ്റുപാടുകളിൽ നിന്നും നല്ല സ്വഭാവമുള്ള ചുറ്റുപാടിലേക്ക് വരുമ്പം നമ്മളെ തലച്ചോറിലെ മിറർ നെർവസ് നല്ല കാര്യങ്ങളെ സ്വാംശീകരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും, അതിനുള്ള ഉത്തേജനം അതിന് ലഭിക്കും. പിന്നെ ഒന്നാണ് നാവിനെ സംരക്ഷിക്കുക. അപ്പോൾ നല്ല സ്വഭാവം പെരുമാറ്റമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നാവിനെ സംരക്ഷിക്കൽ നിർബന്ധം. ഹാബിറ്റ് ലൂപ്പിംഗ് എന്ന് അതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയും. നല്ലത് സംസാരിക്കുക, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ കാര്യം. അപ്പം ഒരാളെ പരിഹസിക്കുക, ഒരാളെ ചീത്ത വിളിക്കുക, ഒരാളെ കുറ്റം പറയുക, ഒരാളെ ബത്സിക്കുക, ഇതൊക്കെ ഇസ്ലാം തീർത്തും തെറ്റാക്കിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന, നല്ല സ്വഭാവത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അവൻ്റെ നാവിനെ നിയന്ത്രിക്കണം. ഈ മോശം വാക്കുകൾക്ക് പകരം അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഈ ഹാബിറ്റ് ലൂപ്പിംഗ് എളുപ്പമാക്കാൻ പറ്റും. അതായത് നാവിനെ നിയന്ത്രിക്കുന്നത് എളുപ്പമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതേപോലെ അസൂയയും വിദ്വേഷവും ഒഴിവാക്കുക. നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ, വിദ്വേഷം, ഇതൊക്കെ നമ്മളെ സ്വഭാവത്തിനെ മോശമാക്കുന്നുണ്ട്.
അത് നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് സ്വഭാവം നന്നാക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മളെ മനസ്സിൽ വിദ്വേഷമൊക്കെ ഉണ്ടായി നമുക്കെപ്പോഴും ഒരു പക അല്ലെങ്കിൽ ഒരു ദേഷ്യം ഇങ്ങനെയുള്ള ഇതിങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മളെ ഇങ്ങനെയുള്ള ഹോർമോണുകളെ ഉത്തേജിപ്പിച്ച് നമ്മളിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കും. അപ്പോൾ അത് സ്വഭാവം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആ നെഗറ്റിവിറ്റിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. നമുക്ക് വിദ്വേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം, അസൂയ ഇതൊക്കെ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ സ്വഭാവം നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രാത്രി ഉറങ്ങാൻ നേരത്ത് അസ്തഗ്ഫിറുല്ലാ കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാ, അൽഹംദുലില്ലാ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കൂടുതൽ ദിക്റുകളൊക്കെ കൂടുതൽ ചൊല്ലാനുള്ള ശ്രമം നടത്തുക. അതേപോലെ എല്ലാ ദിവസവും ഈ ദിക്ർ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽബി ഫഹസ്സിൻ ഖുൽഖി. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാ. അത് അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചൊല്ലാറുള്ളൊരു ദിക്റായിരുന്നു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ ദീനിൻ്റെ വഴിയിൽ നീ ഉറപ്പിച്ച് നിർത്തേനവേ. അപ്പോൾ അതൊക്കെ അധികരിപ്പിക്കുക. അങ്ങനെ നമ്മൾ സ്വഭാവം മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ആദ്യം ആ ശ്രമം നടത്തുന്നതിനാണ് നമ്മൾ പ്രാധാന്യം. ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ അത് നമുക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യും. അപ്പോൾ നമ്മളിൽ നിന്ന് പല തെറ്റുകളും സംഭവിക്കും. അതൊക്കെ നമ്മൾ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ സ്വഭാവം ഒക്കെ നന്നാക്കി നല്ല ഒരു ജീവിതത്തിലേക്കും നല്ല ചിന്തയിലേക്കും കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മളിൽ നിന്നുള്ള ദോഷമായ കാര്യങ്ങളൊക്കെ മാറ്റി ഭൂമിയിൽ സമാധാനവും ബർക്കത്തും അള്ളാഹു നമുക്ക് എപ്പോഴും നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.